വീണ്ടും സുരക്ഷാ ചർച്ചകൾക്ക് വാതിൽ തുറന്ന് വലിയ ശക്തി പ്രകടനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉത്തര കൊറിയ. സംസ്ഥാന നിയന്ത്രണത്തിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വിവരമനുസരിച്ച് രാജ്യത്തിന്റെ സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2 തന്ത്രപ്രധാന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി നടത്തി. കൊറിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തോടനുബന്ധിച്ച കടലിലാണ് ഈ പരീക്ഷണം ഡിസംബർ 28-ന് പുലർച്ചെ പ്രത്യേക സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയത്. പരീക്ഷണം ആസൂത്രണം ചെയ്തത് വളരെ രഹസ്യപരമായ ഒരുക്കങ്ങളോടെയായിരുന്നു. മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾ മുതൽ റഡാർ പിന്തുടർച്ചാ പ്രവർത്തനങ്ങൾ വരെയുള്ള എല്ലാ ഘടകങ്ങളും ഉത്തര കൊറിയൻ സൈനിക നേതൃത്വത്തിന്റെ കർശന മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു. പരീക്ഷണം നടക്കുന്ന സമയത്ത് തന്നെ ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. കമാൻഡ് പോസ്റ്റുകളിൽ നിന്നും സൈന്യത്തിന്റെ ലൈവ് ഓപ്പറേഷൻസ് നിരീക്ഷിച്ച കിം മിസൈൽ വിക്ഷേപണത്തിന് മുൻപ് മുതിർന്ന സൈനിക തലവന്മാരുമായി ചർച്ചകൾ നടത്തി. ചുരുങ്ങിയ അറിയിപ്പിൽ തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന സന്നദ്ധ സേന വിന്യാസത്തിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാധീനവും സുരക്ഷയും സംരക്ഷിക്കാൻ പ്രതിരോധ ശേഷിയുടെ സ്ഥിരമായ പരിഷ്കരണവും വികസനവും അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. KCNA-യുടെ വിശദീകരണം അനുസരിച്ച് പരീക്ഷണത്തിന്റെ മൊത്തം ലക്ഷ്യം വെറും ഒരു സാങ്കേതിക പരിശോധനയല്ലായിരുന്നു, മറിച്ച് ഭാവിയിൽ ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കാനും മറുപടി ആക്രമണം നടത്താനും കഴിയുന്ന ശക്തമായ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് നില കൈവരിച്ചിട്ടുണ്ടോ എന്നതിനെ വിലയിരുത്തുകയാണ് ഈ അഭ്യാസത്തിലൂടെ ഉത്തര കൊറിയ ഉദ്ദേശിച്ചത്. ലോകവേദിയിൽ പലപ്പോഴും പ്യോങ്യാങ്ങിനെ വിമർശിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയ്ക്ക് ഉത്തര കൊറിയ തങ്ങൾ ഇനിയും പിൻവാങ്ങുന്നില്ലെന്നും ഭീഷണികളെ എതിർക്കാനുള്ള സജ്ജമായ സൈനിക ശേഷി കൈവശമുണ്ടെന്നും തെളിയിക്കാൻ ഈ പരീക്ഷണങ്ങൾ ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നു. മാത്രമല്ല, ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഉത്തര കൊറിയ കാണുന്നത്. ഇതിനെതിരെയുള്ള സ്വാഭാവികമായ പ്രതിരോധമെന്ന നിലയിലാണ് അവർ മിസൈൽ വിക്ഷേപണങ്ങളെ അവതരിപ്പിക്കുന്നതെങ്കിലും ഈ നീക്കങ്ങൾ മേഖലയിലെ സൈനിക താപനില അപകടകരമായ വിധത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പസഫിക് മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും റഷ്യയുമായി ഉത്തര കൊറിയ സ്ഥാപിച്ച പുതിയ സൈനിക സഹകരണങ്ങളും പ്യോങ്യാങ്ങിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇത് ലോകക്രമത്തിൽ പുതിയൊരു സായുധ ധ്രുവീകരണം രൂപപ്പെടുത്തുന്നതിന്റെ സൂചനയാണ്. ചുരുക്കത്തിൽ, ഉത്തര കൊറിയയുടെ ഈ നീക്കങ്ങൾ ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ സൈനിക പരിവർത്തനത്തിനുള്ള നാന്ദിയാകാനാണ് സാധ്യത. ഉപരോധങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ തങ്ങളെ തളയ്ക്കാനാവില്ലെന്ന് തെളിയിച്ച പ്യോങ്യാങ് ഇനി ഒരു ആണവ ശക്തി എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങൾ തങ്ങളെ അംഗീകരിക്കണമെന്ന നിലപാടിലാണുള്ളത്. ഈ തന്ത്രപരമായ മാറ്റം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നു. സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പകരം സൈനിക ബലത്തിന് മുൻഗണന നൽകുന്ന ഈ ശൈലി ലോകം എത്രത്തോളം അസ്ഥിരമായ ഒരു സുരക്ഷാ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതിന്റെ കൃത്യമായ സാക്ഷ്യപത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.